أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. صدق الله العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ഏതൊരു പൗരൻ്റെയും മൗലികമായ അവകാശമാണ്. മനുഷ്യൻ ഏതൊരു മനുഷ്യൻ്റെയും അടിമയല്ല. മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായിട്ടാണ് പിറക്കുന്നത്. ആരുടെ മുമ്പിലും മനുഷ്യൻ തലകുനിക്കാനും പാടില്ല, അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ. അതുകൊണ്ട് തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെ അടിമകളാണ്, മറ്റാരുടെ മുമ്പിലും തലകുനിക്കാത്തവരാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്നവരാണ്. ഒരു സുജൂദ് കൊണ്ട് ഒരുപാട് മറ്റുള്ളവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് മുക്തനാകുന്നവരാണ് വിശ്വാസി എന്ന് പറയുന്നത്. അങ്ങനെ തല ഉയർത്തി നിൽക്കാനും ആരുടെ മുമ്പിലും തലകുനിക്കാതിരിക്കാനും സ്വതന്ത്രമായി അവൻ്റെ എല്ലാ അവകാശങ്ങളും ജീവിതത്തിൽ വകവെച്ച് കിട്ടുന്നതോടുകൂടിയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. ഈ സ്വാതന്ത്ര്യം മനുഷ്യനെക്കുറിച്ച് അവനവൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരനു കൂടി അത് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ തേട്ടമാണ്, താല്പര്യമാണ്. മനുഷ്യൻ്റെ ജീവൻ, അവൻ്റെ രക്തം, അവൻ്റെ സ്വത്ത്, അവൻ്റെ അഭിമാനം, അവൻ്റെ വിശ്വാസം എല്ലാം സംരക്ഷിക്കപ്പെടണം. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പരാമർശിച്ച ഒരു കാര്യമാണത്. മക്ക പോലെ പവിത്രമാണ് മനുഷ്യൻ്റെ മഹത്വം എന്ന് മക്കയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞു. അറഫ പോലെ പവിത്രമാണ്, അതിൻ്റെ ദിനം പോലെ പവിത്രമാണ് മനുഷ്യൻ്റെ മഹത്വം എന്ന അറഫ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെ ജനസാഗരത്തെ സാക്ഷി നിർത്തി ലോകത്തോട് വിളംബരം ചെയ്തു. ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും പരിഗണന കൊടുക്കുന്ന ദർശനമാണ് ഇസ്ലാം. മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, വലക്കത്ത് കറംനാ ബനി ആദം. അള്ളാഹു ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അള്ളാഹു ആദരിച്ച സൃഷ്ടി എന്ന അർത്ഥത്തിൽ മനുഷ്യരോട് ആ ആദരവ് കാണിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അള്ളാഹു ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നല്ല, മനുഷ്യ സമൂഹത്തിനിടയിൽ ഒരു തരത്തിലുള്ള ഹറാസ്മെൻറ്റും അല്ലെങ്കിൽ ഒരർത്ഥത്തിലുള്ള സ്വഭാവഹത്യയും ഇസ്ലാം അനുവദിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ പരസ്പരമുള്ള ബാധ്യതകളെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന. നിങ്ങൾ ഒരാളെ പരിഹസിക്കരുത്, ഒരു പുരുഷനെ പരിഹസിക്കരുത്, ഒരു സ്ത്രീയെ പരിഹസിക്കരുത്. മാത്രമല്ല വലാ തൽമീദു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം അവഹേളിക്കരുത്. അതോടൊപ്പം തന്നെ വലാ തനാബദൂ ബിൽ അൽഖാബ്, നിങ്ങൾ ഒരാളെയും ദുഷ്പേര് വിളിക്കരുത്. നിങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് എത്ര സുന്ദരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വില ഖുർആൻ പറയുന്നുണ്ടല്ലോ, മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല നാസ ജമിഅ. ഒരു മനുഷ്യനെ നിങ്ങൾ ഹത്യ നടത്തുന്നത്, കൊല്ലുന്നത് ഒരു ജനതയെ കൊല്ലുന്നതിന് സമാനമാണ്. ഒരാളെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നത് ഒരു സമൂഹത്തെ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് സമാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അർത്ഥത്തിലുള്ള മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം അടങ്ങുന്ന ജീവിത സങ്കല്പത്തിനെതിരെ നിൽക്കുന്ന ഏത് സാഹചര്യത്തോടും
പൊരുതാനാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ചരിത്രത്തിൽ കോളനിവൽക്കരണത്തോടും അധിനിവേശത്തോടും ഇസ്ലാമിക സമൂഹം പൊരുതിയത്. പരമ്പരാഗതമായ മുസ്ലിം പണ്ഡിതന്മാർ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അവർ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പാതയിൽ അവർ ഇറങ്ങി തിരിച്ചത്. നമ്മൾ കോഴിക്കോട് പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതുന്ന ഘട്ടത്തിൽ സാമൂതിരി രാജാവിൻ്റെ കൂടെ നിന്ന് പൊരുതുന്നത് ജിഹാദാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീനിൽ കുറിച്ചു വെക്കുന്നുണ്ട്. ആരോടാണ് പൊരുതുന്നത്? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് വന്ന പോർച്ചുഗീസുകാരോടാണ് പൊരുതുന്നത്. ആരുടെ കീഴിലാണ് പൊരുതുന്നത്? സാമൂതിരി എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തൊരു രാജാവിൻ്റെ കീഴിലാണ് പൊരുതുന്നത്. ആ പോരാട്ടത്തെക്കുറിച്ച് തുഹ്ഫത്തുൽ മുജാഹിദീനിൽ സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത് അത് ജിഹാദാണ് എന്നാണ്. ആ കാലഘട്ടത്തിൽ ആലി മുസ്ലിയാർ, മമ്പുറം മലവിത്തങ്ങൾ, അതുപോലെ തന്നെ പൊന്നാനി ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി, ഇവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പാതയിൽ അണിനിരക്കുന്നുണ്ട്. അവർ പണ്ഡിതന്മാരാണ്. അവർ സമുദായത്തിൽ ഇൽമ് പകർന്നു കൊടുത്തിരുന്ന ഉലമാക്കളാണ്. അവർ ആ കാലഘട്ടത്തിൽ ആ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യ സ്വാതന്ത്ര്യം ഹനിക്കുന്ന അധിനിവേശത്തിനെതിരെ പൊരുതുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ദീനീ ധർമ്മമായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ അർത്ഥത്തിൽ നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഒരുപാട് രക്തസാക്ഷികൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലബാർ ആ രംഗത്ത് ഒരുപാട് മനുഷ്യരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വീണ്ടും നമ്മൾ സ്വാതന്ത്ര്യ ദിനം എന്ന ദിനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള സ്വാതന്ത്ര്യത്തെ ഏതെല്ലാം രീതിയിലാണ് കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത്. വംശഹത്യ ഇന്ന് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. മൊബ് ലിഞ്ചിങ്ങിൽ നിന്നാണ് തുടങ്ങിയത്. അത് മൊബ് ലിഞ്ചിങ്ങിൽ നിന്ന് തുടങ്ങി ബുൾഡോസർ രാജിലൂടെ തുടരുന്ന കാഴ്ച നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ആസാമിൽ കണക്ക് പ്രകാരം 3973 വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. 3973 വീട് എന്ന് പറയുന്നത് ഒരക്കമല്ല, ഒരു സമൂഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും സ്ലം ഏരിയകളിൽ ആ അർത്ഥത്തിലുള്ള ബുൾഡോസർ ഉരുളെന്ന് കാണാറുണ്ട്. സ്ലം ഏരിയയിലും ബുൾഡോസർ ഉരുട്ടാൻ പാടില്ല. ഒരു വീടുമില്ലാത്തവനാണ് സ്ലമ്മിലേക്ക് തള്ളപ്പെടുന്നത്, ചേരിയിലേക്ക് തള്ളപ്പെടുന്നത്. കൊട്ടാരം കെട്ടാൻ പറ്റാത്തവനും കെട്ടിടം പണിയാൻ കഴിയാത്തവനുമാണ് പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ തൻ്റെ ഉപജീവന മാർഗത്തിന് ശേഷം അന്തി ഉറങ്ങാൻ കടന്നുകൂടുന്നത്. അവരുടെയും അവകാശം സംരക്ഷിക്കപ്പെടണം എന്നതോടൊപ്പം തന്നെ തങ്ങൾ സേഫാണ്, കംഫർട്ടാണ് എന്ന ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞുകൂടിയിരുന്ന കമ്പനികളുള്ള, കുടിൽ വ്യവസായങ്ങളുള്ള, 3-4 റൂമുകളുള്ള, അതുപോലെ തന്നെ അപ്സ്റ്റെയർ ഉള്ള, അത്യാവശ്യം സൗകര്യങ്ങളുള്ള, തങ്ങൾ സ്വതന്ത്രരാണ്, തങ്ങൾ ഭദ്രമാണ്, തങ്ങൾ പിറന്ന മണ്ണിൽ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന അവരുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും തകിടം മറിച്ചുകൊണ്ടാണ് 3973 ഏതാണ്ട് 4000-ഓളം വീടുകൾ ഒരു ന്യായവുമില്ലാതെ ഒരു ഭരണകൂടം ബുൾഡോസർ രാജിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് തകർത്ത് കളഞ്ഞത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് അതോടുകൂടി തീരുന്നതാണ് എന്നുള്ളതാണ്. അതിനുശേഷമാണ് മെഹ്റോളി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അതിനുശേഷമാണ് ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടക്കുന്നത്. അതിനുശേഷമാണ് സമ്പൽ ഷാഹി ജുമാ മസ്ജിദിനകത്തേക്ക് യഥാർത്ഥത്തിൽ പുരാവസ്തു വകുപ്പിൻ്റെ പിൻബലത്തോടുകൂടി സംഘപരിവാർ കാലുകുത്തുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേൽ കൈവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്നർത്ഥം. നമുക്കറിയാം, യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ പ്രോസസ്സിലാണ്, അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു ജനതയുടെ വിശ്വാസാചാരപ്രകാരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീക്കിയിരിപ്പ് നടത്തിയ പടച്ചറബിൻ്റെ സമ്പത്ത് കൈയടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്.
അതോ ഭരണഘടന ഒരു പൗരന് നൽകുന്ന സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും തൻ്റെ വിശ്വാസപ്രകാരം അത് ചെലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണ്? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത്. അതിനർത്ഥം നമുക്ക് വിശ്വസിക്കാനും വ്യത്യസ്ത വിശ്വാസധാരകൾക്ക് അത് വെച്ചു പുലർത്താനും ആ വൈവിധ്യത്തെ നാം പലപ്പോഴും പറയാറുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ വൈവിധ്യത്തെ നിലനിർത്താനുമുള്ള സ്വാതന്ത്ര്യത്തിന് മേലാണ് ഭരണകൂടം കൈവച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം നിങ്ങൾക്കറിയാവുന്നതുപോലെ CAA നടപ്പാക്കി തുടങ്ങി എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നും, ഈ ആസാം ഉൾപ്പെടെ ബീഹാർ ഉൾപ്പെടെ, ബീഹാറിൽ 65 ലക്ഷം ആളുകളെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് വെട്ടിമാറ്റിയത് എന്ന് നിങ്ങൾ അറിയണം. അതിൽ മരിച്ച രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ യോഗേന്ദ്ര യാദവ് ഹാജരാക്കിയത്. മരിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടവർ 65 ലക്ഷം മനുഷ്യരെ ഒരു രാജ്യത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് അധികാരത്തിൻ്റെ പിൻബലം ടൂൾ ഉപയോഗിച്ച് അറുത്തു മാറ്റുക അല്ലെങ്കിൽ പറിച്ചു മാറ്റുക എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പൗരത്വത്തിനുള്ള അവകാശം റദ്ദ് ചെയ്യുന്ന, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യുന്ന, സ്വത്ത് അവനവൻ ഇഷ്ടപ്പെട്ടതുപോലെ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യുന്ന, ആരാധനാ സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യുന്ന, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തെ അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് ധാരണയുണ്ടാകേണ്ടതാണ്. ഇവിടെ ഞാൻ പറയുക, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനവിഭാഗത്തിൻ്റെയും സ്വാതന്ത്ര്യമാകുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്, അർത്ഥവത്താകുന്നത്. അത് മുസ്ലിങ്ങളുടെ കൂടി സ്വാതന്ത്ര്യമാണ്, അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂടി സ്വാതന്ത്ര്യമാണ്, അത് ദലിത് കമ്മ്യൂണിറ്റിയുടെ കൂടി സ്വാതന്ത്ര്യമാണ്, അത് ഈ രാജ്യത്തിൻ്റെ പുറമ്പോക്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ്റെ കൂടി സ്വാതന്ത്ര്യമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ആ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമായി ലഭിക്കേണ്ടതല്ല. അത് ഈ രാജ്യത്ത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യൻ്റെയും, കാലുകുത്തുന്ന ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശവും മൗലികാവകാശവുമാണ്. ഇത് വകവെച്ച് കിട്ടുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്ന അർത്ഥത്തിൽ ഒരു ജനതയോടുള്ള ഒരു ബാധ്യത ഒരു ഭരണകൂടം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ആഘോഷത്തിനപ്പുറം കരുതലും കാവലും ഉണ്ടാകേണ്ടുന്ന, ജാഗ്രതയും ഉണ്ടാകേണ്ടുന്ന, സ്വാതന്ത്ര്യബോധം പരസ്പരം പകർന്നു കൊടുക്കേണ്ടുന്ന കാലത്തുകൂടിയാണ് ഈ കാലഘട്ടത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരെല്ലാവരും അതത് കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെട്ട ജനതയെ തങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസാദർശത്തിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് അത്തരം അടിമത്വത്തിൽ നിന്നും, സ്വേച്ഛാധിപത്യത്തിൽ നിന്നും, ഏകാധിപത്യത്തിൽ നിന്നും വിമോചിപ്പിച്ചെടുക്കാനുള്ള ആദർശ പോരാട്ടത്തിലൂടെ കടന്നുപോയവരാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ പ്രവാചകന്മാരുടെ നിയോഗത്തിൽ അതുണ്ട്. മേലവകാശങ്ങൾ നിരാകരിക്കപ്പെട്ടയിടത്ത് അവർ നിശബ്ദരായിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങൾ അടിമകളാക്കപ്പെടുന്നിടത്ത് അവർ നിസ്സംഗതയോടുകൂടി നോക്കി നിന്ന് ആത്മീയമായ വ്യവഹാരങ്ങളിൽ മാത്രം ഏർപ്പെട്ട് തങ്ങളുടെ മതപരമായ താല്പര്യങ്ങളിൽ സായുജ്യമടയുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഗ്റാഫിൽ പറയുന്നുണ്ടല്ലോ, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, ഇഞ്ചീലിലും അതുപോലെ തന്നെ തൗറാത്തിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ പ്രവാചകനെ പിന്തുടരുന്നവർ അവർ അനുഗ്രഹീതവരാണ്. എന്നിട്ട് ആ പ്രവാചകനെ കുറിച്ച് സൂറത്ത് അഗ്റാഫിൽ പറയുന്നുണ്ട്, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ആ പ്രവാചകൻ നന്മ കൽപ്പിക്കുന്ന പ്രവാചകനാണ്, അവരോട് തിന്മ വിലക്കുന്ന പ്രവാചകനാണ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ അവർക്ക് അശുദ്ധമായത് നിഷിദ്ധമാക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ അവർക്ക് നല്ലതെന്ന് തോന്നുന്നതിനെ അനുവദനീയമാക്കുന്ന പ്രവാചകനാണ്. മാത്രമല്ല, എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ആ പ്രവാചകന്റെ മറ്റൊരു പ്രത്യേകത, അവരുടെ മുതുകിന് നിൽക്കുന്ന ഭാരം ഇറക്കി വെക്കുന്നവനാണ്. അവരുടെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് അവർക്ക് വിമോചനം നൽകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഫല്ലദീന ആമനൂ ബിഹി, അങ്ങനെയുള്ള പ്രവാചകനിൽ ആര് വിശ്വസിക്കുന്നുവോ, എങ്ങനെയുള്ള പ്രവാചകൻ? നന്മ കൽപ്പിക്കുന്ന പ്രവാചകൻ, തിന്മ വിലക്കുന്ന പ്രവാചകൻ, നിഷിദ്ധമായത് അശുദ്ധമായത് നിഷിദ്ധമാക്കുന്ന പ്രവാചകൻ, അനുവദനീയമാക്കേണ്ടുന്ന നല്ല കാര്യങ്ങൾ അനുവദനീയമാക്കുന്ന പ്രവാചകൻ, ജനങ്ങളുടെ മുതുകിലുള്ള ഭാരം ഇറക്കി വെക്കുന്ന പ്രവാചകൻ, ആളുകളുടെ കൈകാലുകൾ കൈകാലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് ആ ജനതക്ക് വിമോചനം നൽകുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ ആര് പിൻപറ്റുന്നുവോ, ആ പ്രവാചകൻ ആര് സഹായിക്കുന്നുവോ, ആ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന പ്രകാശത്തെ ആര് ആവാഹിക്കുന്നുവോ, സംശീകരിക്കുന്നുവോ, വിശുദ്ധ ഖുർആൻ പറയുന്നു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ എന്ന്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടിൽ അഭിരമിക്കേണ്ട ഒരാളല്ല ഒരു സത്യവിശ്വാസി എന്നാണ് ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് നിലപാടുണ്ട്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ട്. അല്ലാഹുവല്ലാത്ത മറ്റൊരാളുടെയും അടിമത്തത്തെ അംഗീകരിക്കാത്ത, മറ്റെല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളും മൗലികമായ അവകാശങ്ങളും വകവെച്ച് കിട്ടുന്ന ഒരു അന്തരീക്ഷത്തെ കുറിച്ചാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം, ഈജിപ്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിർവഹിച്ചത് ഈ ധർമ്മമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ ഓതി വെച്ച ആയത്തും അതാണ്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഇഫു ഫിൽ അർളി വനജഅലഹും അയിമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈജിപ്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞുകൾ അരിഞ്ഞു വീഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആൺകുട്ടികൾ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ഒരു കാലഘട്ടമാണ്. വംശഹത്യ ചോര പൈതങ്ങൾക്ക് മേൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഇഫു ഫിൽ അർളി വനജഅലഹും അയിമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഞാൻ നിങ്ങൾക്ക് ഔദാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്നൊരു ഖുർആൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലദീന ഇസ്തുദഇഫു ഫിൽ അർളി, ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ട ജനതയോട്, വനജഅലഹും അയിമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ, അവരെ ഞാൻ നേതാക്കളും ജേതാക്കളും അതോടൊപ്പം തന്നെ അവരെ ഞാൻ ഈ ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്? അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച്. ഭരണകൂടമാകുന്ന മലകൾ ആ രാജ്യത്തെ ജനങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഈ ജനവിഭാഗത്തെ വിമോചിപ്പിച്ചെടുക്കാൻ, അവരെ നേതാക്കളാക്കാൻ, അവരെ ജേതാക്കളാക്കാൻ നാം ആഗ്രഹിക്കുന്നു. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഗ്സറൂൻ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ അവർക്ക് ഭൂമിയിൽ ഇടം നൽകുന്ന, അവർക്ക് ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള മനുഷ്യാവകാശങ്ങൾ വകവെച്ച് നിൽക്കുന്ന ഒരു അധികാരക്രമം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അത് ഹാമാനും ഫിർഔനും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ഭയപ്പെട്ടിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിയോഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്താണ് അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുന്നത്. നമുക്കറിയാലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ടല്ലോ. രാജകൊട്ടാരത്തിലേക്ക് കയറി ചെന്നതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? ഫഅതിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും ഖദ് ജിഅനാക ബിആയത്തിൻ മിൻ റബ്ബിക വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകാധിപതിയായ ഭരണാധികാരിയുടെ രാജകൊട്ടാരത്തിലേക്ക് കാലെടുത്തു വെച്ച് കടന്നു ചെന്ന് പറയാൻ ആവശ്യപ്പെടുന്നത്, അർസിൽ മഅനാ ബനി ഇസ്രായീൽ, താങ്കൾ അടിച്ചമർത്തപ്പെടുന്ന ഈ ബനു ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് അവരോട് പറയണം. ആരോട് പറയണം? ഫറോവ ചക്രവർത്തിയോട് പറയണം. വലാ തുഅദ്ദിബുഹും, അവരെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു ജനത അധികാര കേന്ദ്രങ്ങളാൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, പൗരാവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുമ്പോൾ, അവരുടെ സ്വത്ത് കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ, അവരുടെ വീട് തകർക്കപ്പെടുമ്പോൾ, അവർ മൊബൈൽ എഞ്ചിങ്ങിന് വിധേയമാക്കപ്പെടുമ്പോൾ, അവരുടെ പൗരത്വം റദ്ദു ചെയ്യപ്പെടുമ്പോൾ, അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുമ്പോൾ, കാഴ്ചക്കാരാകുന്നവന്റെ പേരല്ല സ്വാതന്ത്ര്യബോധമുള്ളവൻ എന്നത്, കാഴ്ചക്കാരാകുന്നവന്റെ പേരല്ല സത്യവിശ്വാസി എന്ന് പറയുന്നത്. പ്രവാചകൻ
പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പൗരാവകാശം നിഷേധിക്കപ്പെട്ട ഫറോബ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ ചെന്ന് കടന്നു ചെന്ന് പറഞ്ഞത് അർസിൽ മാനാ ബനി ഇസ്രായേൽ വലാ തുഅദ്ദിബുഹും, അവരെ പീഡിപ്പിക്കാനുള്ള അനുവാദം നിനക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടില്ല, അവരുടെ പീഡനമുറകൾ താങ്കൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന വചനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മക്ക ജയിച്ചടക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ പരിസരത്ത് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ചരിത്രത്തിൽ അത് വളരെ ഭംഗിയായി പല സ്വഭാവത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലും മക്ക ജയിച്ചടക്കിയിരിക്കുന്നു. 10 കൊല്ലത്തെ ഏതാണ്ട് ഹിജ്റയ്ക്ക് ശേഷം പലായനത്തിന് ശേഷം താൻ പിറന്നു വീണ മണ്ണിലേക്ക് റസൂലുള്ള തിരിച്ചു വന്നതാണ്. അങ്ങനെ പ്രവാചകൻ മക്ക ജയിച്ചടക്കുമ്പോൾ ഏതാണ്ട് എല്ലാ ആളുകളും അത്യാഹ്ലാദത്തിലാകുമ്പോഴും മക്കക്കാരായ പ്രവാചകനെ പീഡിപ്പിച്ച ആളുകളെല്ലാം ജീവശ്വാസം പിടിച്ചു നിർത്തിയിട്ട് നിശബ്ദമായി പ്രവാചകന്റെ വിധി കാത്തു നിൽക്കുകയാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട് കീഴടക്കുകയും മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ എന്തു പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് കഅബാലയത്തിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സ്വദഖ വഅദഹു വനസറ അബ്ദഹു വഹദമൽ അഹ്സാബ വഹ്ദഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹംദും സ്വലാത്തും അതുപോലെ തന്നെ തന്റെ വിജയത്തിലേക്കും സൂചന നൽകിയിട്ട് ചോദിക്കുന്നുണ്ട്, യാ മാശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ. ആരാണ് ഈ ഖുറൈശികൾ എന്ന് നിങ്ങൾക്കറിയാം. 10 കൊല്ലം മുമ്പ് തന്റെ തലക്ക് 100 ഒട്ടകം വില പറഞ്ഞ ഖുറൈശികളെ എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. 10 കൊല്ലം മുമ്പ് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെയായി തെരഞ്ഞെടുത്ത് തന്റെ തലയെടുത്താൽ 100 ഒട്ടകം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ഖുറൈശികൾ അഭിമുഖീകരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഞാൻ മാശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, മാ തുറൗന ഇന്നി ഫായിലും ഫീക്കും, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്ത് നിങ്ങൾ ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അഹനെ ഖാലു ഖൈറൻ, ഞങ്ങൾ നന്മയാണ് അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അഹുൻ കരീമൻ, അങ്ങ് മാന്യനായ സഹോദരനാണ്. വ ഇബ്നു അഖീൻ കരീമിൻ, മാന്യനായ ഞങ്ങളുടെ സഹോദരന്റെ പുത്രനാണ്. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇദ്ഹബു ഫഅൻതും മുത്തലഖാ, നിങ്ങൾ പോകണം, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന ഒരു റിവെഞ്ച്, ഒരു പ്രതികാരത്തിന്, തസ്രീബിന് അവസരം കിട്ടുന്ന ഘട്ടത്തിൽ തന്നെ പീഡിപ്പിച്ച ഒരു ജനത തന്റെ കാൽ കീഴിൽ വന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തനിക്ക് നേരെ നിരന്തരമായ പരീക്ഷണോപാധികൾ ഒരുക്കി അല്ലെങ്കിൽ നിരന്തരമായ യുദ്ധങ്ങൾ വരെ നിർവഹിച്ച ആ ജനതയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ആ അർത്ഥത്തിൽ മനുഷ്യന്റെ പൗരാവകാശത്തിന് വലിയ വില കൊടുക്കുന്ന ദർശനമാണ്. നമുക്കറിയാലോ, പേർഷ്യൻ സേനാനായകനായ രുസ്തമിന്റെ അടുക്കിലേക്ക് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, റിബഅ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്ന ഘട്ടത്തിലും അദ്ദേഹം പറയുന്നത് എന്താണ്? പേർഷ്യൻ സേനാനായകനായ രുസ്തമിനോട് പറയുന്നുണ്ട്, ഇബ്തഅസനല്ലാ, ഞങ്ങൾ അള്ളാഹു നിയോഗിച്ചതാണ്, ലി ഇഖ്റാജ മൻ ഷാ അല്ലാഹ് മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു മിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം മിൻ സ്വീഖിദ് ദുനിയ ഇലാ സഅത്തിദ് ദുനിയ വൽ ആഖിർ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ അള്ളാഹുവിനാൽ നിയോഗിതരായവരാണ്. എല്ലാ മനുഷ്യന്റെയും അടിമത്തങ്ങളിൽ നിന്ന്, എല്ലാ അടിമത്തങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ, എല്ലാ ദർശനങ്ങളുടെയും എല്ലാ അർത്ഥത്തിലുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നിങ്ങളെ നയിക്കാൻ. 3ാമത് പറഞ്ഞത് മിൻ ദീഖിദ് ദുനിയ, ദുനിയാവിന്റെ കുടുസതയിൽ നിന്ന്. ദുനിയാവിന്റെ കുടുസതയിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പലപ്പോഴും ഇഹലോക ജീവിതത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ നാലറ്റം മുട്ടിക്കാനുള്ള എല്ലാതും നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരു നിരാശയുടെ ചുഴിയുണ്ട്. മനുഷ്യന്റെ ദുനിയാവ് കുടുസായി പോകുന്ന ഘട്ടമുണ്ട്. നമുക്കറിയാലോ, ആസാമിൽ എല്ലാം നഷ്ടപ്പെട്ടവന്റെ ദുനിയാവ് ഇപ്പം എന്താ? ആസാമിൽ എല്ലാം നഷ്ടപ്പെട്ടു. അവൻ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല, അവന്റെ വീടില്ല, അവന്റെ കൃഷിയിടമില്ല, അവന്റെ വ്യവസായമില്ല, അവൻ പുറത്താണ്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്താണ്, ഞാൻ 10-50 കൊല്ലം ജീവിച്ച എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താണ് എന്ന് തോന്നുന്ന ഒരു മനുഷ്യന്റെ ആ സന്ദർഭത്തിൽ അയാൾ പതിറ്റാണ്ട് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ അയാളുടെ വീട്, കോൺക്രീറ്റ് സൗധങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, അയാളുടെ വ്യവസായം തകർന്നിരിക്കുന്നു, അയാൾ തന്നെ ആ രാജ്യത്തിന്റെ പൗരത്വ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നതൊരു മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന അരക്ഷിത ബോധത്തിന്റെ ആഴം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് അദ്ദേഹം പറയുന്നത്, ദുനിയാവിൽ മാത്രമാണ് ജീവിതം എന്ന് വെച്ചാൽ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ നിരാശയുടെ ആ ആഴങ്ങളിലേക്ക് തകർന്നടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇലൽ ആഖിർ, പരലോകത്തിന്റെ വിശാലതയിലേക്ക്. ഇവിടെ
ഇതല്ല ജീവിതം, വേറൊരു ജീവിതം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് ദുന്യാവിൻ്റെ കുടുസതയിൽ നിന്ന് വിശാലമായ പരലോകത്തിൻ്റെ പ്രതലം എന്ന് പറയുന്നത് മനുഷ്യന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സന്ദർഭത്തിൽ റിബൗബിന് ആമിർ റുസ്തമിനോട് പറയുന്നത് അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ദർശനങ്ങളുടെ അനീതിയിൽ നിന്നുള്ള നീതി, അതോടൊപ്പം തന്നെ ഇഹലോക ജീവിതത്തിന്റെ കുടുസതയ്ക്കപ്പുറം പരലോക ജീവിതത്തിൽ കേന്ദ്രീകൃതമായ വിശാലമായ ഒരു ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹം അവരോട് സംസാരിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമുക്കറിയാം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന ഘട്ടത്തിൽ ഗവർണർമാരെയൊക്കെ നന്നായി നിരൂപണം നടത്തും, എല്ലാ അവലോകനവും നടത്തും, ആരോടും ഖലീഫ ഉമറിനോട് പരാതി പറയാം. ആ ഘട്ടത്തിലാണ് അന്ന് മിസ്രിലെ ഗവർണർ അംർ ഇബ്നുൽ ഹാസാൻ, മിസ്രിലെ ഗവർണർ അംർ ഇബ്നുൽ ഹാസിന്റെ മകൻ ഓട്ടപ്പന്തയം നടത്തുന്നുണ്ട്, കുതിരപ്പന്തയം നടത്തുന്നത് അവിടെയുള്ള ഒരു ഖിബ്തി വംശജനായ യുവാവുമായിട്ടാണ്. അങ്ങനെ കുതിരപ്പന്തയം നടത്തിയപ്പോൾ അയാൾ പരാജയപ്പെട്ടു. അംർ ഇബ്നുൽ ഹാസിന്റെ ഗവർണറുടെ മകൻ പരാജയപ്പെട്ടു. അത് അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉടൻ തന്നെ കൂടെ മത്സരിച്ച് വിജയിച്ച ഖിബ്തിയെ അയാൾ കണക്കിന് പ്രഹരിച്ചു എന്ന് മാത്രമല്ല, അവൻ നന്നായി പ്രഹരമേറ്റതിനു ശേഷം ബാപ്പാനോട് പോയി പറഞ്ഞു, ഗവർണറുടെ മകനും ഞാനും കുതിരപ്പന്തയം നടത്തി, അതിൽ പരാജയപ്പെട്ടപ്പോൾ എന്നെ ഗവർണറുടെ മകൻ നന്നായി പ്രഹരിച്ചു. അയാൾ നേരെ ഖലീഫ ഉമറിന്റെ അടുക്കിലേക്ക് വന്നു. നീതിയുടെ പര്യായം എന്ന് പറയുന്ന അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ അവരുടെ മിസ്രിലെ ഗവർണറുടെ മകനുമായി മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഗവർണറുടെ മകൻ അവനെ ധാരാളമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന നിർദ്ദേശം അംർ ഇബ്നുൽ ഹാസിനോട് മകനായിട്ട് വരാനാണ്. മകനായിട്ട് വന്നു. ഒരുപാട് ആളുകളുണ്ട് ആ പരിസരത്ത്, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ അടുത്തുള്ള ഒരു ചട്ടവാറെടുത്ത് ഈ ഖിബ്തിയായ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഗവർണറുടെ മകനെ നിനക്ക് തിരിച്ചു തല്ലാനുള്ള അവസരമാണ്, നീതി നടപ്പാകുന്ന സന്ദർഭമാണ്. അയാൾ തിരിച്ചു തല്ലിയതിനു ശേഷം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന ഗവർണറുടെ നേരെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, മതസ്തബത്തും നാസ വഖദ് വലത്തുഹും ഉമ്മഹാത്തുഹും മഹറാറ, എന്നു മുതലാണിടോ നീ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രരായിട്ടല്ലേ അവർക്ക് ജന്മം നൽകിയത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഗവർണറോട് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ഈ കാലഘട്ടത്തിലെ ഭരണകൂടങ്ങളോട് ചോദിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാണ് നിങ്ങൾ ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത്? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സ്വതന്ത്രരായി ജനിച്ച മനുഷ്യരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത് എന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ദിവസങ്ങൾ കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനങ്ങൾ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഉള്ളവൻ്റെ സ്വാതന്ത്ര്യമാകാൻ പാടില്ല, അധികാരമുള്ളവൻ്റെ സ്വാതന്ത്ര്യമാകാൻ പാടില്ല, മേലാളരുടെ സ്വാതന്ത്ര്യമാകാൻ പാടില്ല, കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും ജാതി ശ്രേണികളിൽ എവിടെ കഴിഞ്ഞുകൂടുന്നവൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ദലിതുകളുടെയും എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനാണ് നാം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഭരണഘടന നിർണയിച്ചത്, അതാണ് നമ്മുടെ ഭരണഘടന നിർവചിച്ചത്. അതുകൊണ്ടാണ് ആ ഭരണഘടനക്കകത്ത് ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ അവകാശങ്ങൾ വകവെച്ച് നൽകിയത്. പക്ഷെ സമകാലിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യം ഇന്ന് ബുൾഡോസറിന് കീഴിൽ ചതച്ചരക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭേദഗതിയിലൂടെ റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീകര നിയമങ്ങളിലൂടെ തുറുങ്കിലടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ നിയമത്തിലൂടെ ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമകാലിക ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യബോധവും ആത്മാഭിമാന ബോധവും ആ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരുമിച്ചുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ കൂടി ദിനമായി പരിവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് ഇവിടെ ആരാധനക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, നമ്മുടെ മക്കൾക്ക് ഇവിടെ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാവുക, നമ്മുടെ മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, നമ്മുടെ അടുത്ത തലമുറക്ക് ഇവിടെ പൗരത്വം പോലും യഥാർത്ഥത്തിൽ ലഭ്യമാവുക എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്താണോ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യത്തിന് പോരാട്ടത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്താണോ വിഭാവന ചെയ്തത്, ആ വിഭാവനക്ക് ഒരുപാട് ഡാമേജ് വന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു പുനരാലോചന അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിരൂപണ ബുദ്ധിയായുള്ള
പഠനവും അതുപോലെ തന്നെ പ്രവർത്തനവുമൊക്കെ കാലം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിസ്സംഗതയും നിശബ്ദതയും ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിലേക്കാണ് നയിക്കുക. നിസ്സംഗതയും നിശബ്ദതയും ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അസ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ രക്തസാക്ഷികളായി എന്നത് നമുക്ക് അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം നിലനിന്ന് കിട്ടാനുള്ള ന്യായമല്ല. പൂർവികന്മാർ രക്തസാക്ഷിത്വത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ കാവലാളാകുവാൻ അതിൽ ഈമാനുണ്ട്, അതിൽ ദീനുണ്ട്, അതിൽ ദീനിൻ്റെ ഉയർന്ന സ്വാതന്ത്ര്യ സങ്കല്പമുണ്ട്. കാവലാളാകുവാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിമോചിതരായി ആത്മാഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ, ആത്മനിന്ദയെ അവഗണിച്ച് ആരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമികമായ ധർമ്മം, ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ സാമൂഹ്യ ധർമ്മം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് സ്വാതന്ത്ര്യദിനം പോലും അർത്ഥവത്തായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.